സോഷ്യൽ മീഡിയ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് ദേശീയ വക്താവാണ് ഷെമ മുഹമ്മദ്. ഇവരുടെ ഇസ്ലാം മതവും ഗണിതശാസ്ത്രവുമായിട്ടുള്ള പരാമർശം ഇന്ന് ഒരുപാട് പരിഹാസങ്ങൾക്ക് തിരികൊളുത്തുകയാണ്. മനുഷ്യരാശിക്ക് ഗണിതശാസ്ത്രം പരിചയപ്പെടുത്തിയത് ഇസ്ലാം മതമാണ് എന്നായിരുന്നു ഷെമയുടെ വാദം. വാർത്താ ഏജൻസിയായ NIAക്ക് നൽകിയ അഭിമുഖത്തിലാണ് വമ്പൻ കണ്ടുപിടുത്തവുമായിട്ട് രംഗത്ത് വരുന്നത്. ഇസ്ലാം വളരെ ശാസ്ത്രീയമായ മതമാണെന്നും ഗണിതശാസ്ത്രം ഇസ്ലാമിലൂടെയാണ് ആവിർഭവിച്ചത് എന്നും ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമാണെന്നും ഇവർ പറഞ്ഞു. ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. ഇസ്ലാം ആധുനികമായ ശാസ്ത്രീയമായ മതമാണ് എന്നും ക്ഷമ പറഞ്ഞു. മുഹമ്മദിന്റെ കുറെ ആയത്തുകളും ക്ഷമ ചൊല്ലുന്നുണ്ട്. ഇസ്ലാം മത പണ്ഡിതന്മാർ പോലും ഇതുവരെ അവകാശപ്പെടാത്ത പുതിയ കാര്യങ്ങളാണ് ക്ഷമ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷമ മുഹമ്മദിന്റെ പരാമർശത്തെ ചൊല്ലിയുള്ള BJP IT സെൽ മേധാവി അമിത് മാളവിയുടെ പ്രതികരണവും വൈറലാണ്. കോൺഗ്രസിന്റെ എല്ലാ മണ്ടൻ പ്രസ്താവനകളും രാഹുൽ ഗാന്ധിക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയില്ലല്ലോ എന്ന് അവർ കരുതി കാണും. അങ്ങനെയാണ് അമിത് മാളവ്യ പരിഹസിച്ചത്. ക്ഷമ മുഹമ്മദിന്റെ പരാമർശം ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു. ഇത് ഇങ്ങനെയും മതത്തിനകത്ത് നിന്നിട്ട് ട്രോളാമോ എന്ന് ചിന്തിച്ചു പോയി. രാഹുൽ ഗാന്ധിക്ക് വെല്ലുവിളിയാകും ക്ഷമ മുഹമ്മദ് എന്നായിരുന്നു BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനവാലയുടെ പ്രതികരണം. ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ മുസ്ലിം തീവ്രവാദികൾ ഷെമയെ അതായത് ക്രിക്കറ്റ് താരമായ മുഹമ്മദ് സമി അദ്ദേഹത്തെ മുസ്ലിം തീവ്രവാദികൾ ലക്ഷ്യം വെച്ചപ്പോൾ കോൺഗ്രസ് മതേതര ബ്രിഗേഡിന്റെ വിചിത്രമായ സൗകര്യപ്രദമായിട്ടുള്ള പ്രതികരണം എല്ലാവരും കണ്ടതാണ്. രോഹിത് ശർമ്മയെ ഭാരം പറഞ്ഞ് അവർ അധിക്ഷേപിക്കാൻ കഴിയും അവർക്ക്. എന്നാൽ വോട്ട് ബാങ്ക് പ്രധാനമായതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. ഇതാണ് പൂനവാലയുടെ പ്രതികരണം. അതല്ലേ ശരി?